സജീവ്ജി നമസ്കാരം. നമസ്കാരം. അങ്ങ് ഇപ്പോൾ ഒരു ആത്മീയ യാത്രയിലാണ്. ഞാൻ അങ്ങയുടെ പല വീഡിയോകൾ കണ്ടു, യാത്രകളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഒരു ആത്മീയ യാത്രയിലാണെന്ന് മനസ്സിലായി. ഒരു 10-30 വർഷത്തോളം സ്കൂളുകളിൽ, പല സ്കൂളിലും ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്ന് ആ വലിയൊരു അനുഭവത്തിൻ്റെ ഒരു ആഴം അത് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ കുടുംബ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു, മക്കളൊക്കെ മാരേജൊക്കെ കഴിഞ്ഞ് അവരൊക്കെ വെൽ സെറ്റിൽഡായി. ഇപ്പം അങ്ങ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഭാരതീയ സംസ്കാര പ്രകാരമുള്ള ഞാൻ നോക്കുമ്പോൾ ഒരു 4 ഘട്ടങ്ങളുണ്ടല്ലോ. ആദ്യം ബ്രഹ്മചര്യം, പിന്നെ ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥ, പിന്നെ സന്യാസ. അപ്പൊ അതേപോലത്തെ ആ ഒരു സന്യാസം 4ാം ഘട്ടത്തിൽ കൂടെയാണ് അങ്ങ് കടന്നു പോകണ പോലെ എനിക്ക് തോന്നുന്നു, അങ്ങയുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഇത് കാണുമ്പോൾ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഞാൻ അറിഞ്ഞോടത്തോളം അങ്ങ് 90 ഒക്കെ എത്തിയിട്ടുണ്ട്. 90 ഇയേഴ്സ് എത്താൻ പോകുന്നു വരുന്ന മാസം. ഈ 90 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ 89-90. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ ഇത് കൂടെ കടന്നുപോയി. അപ്പോൾ നമുക്ക് ശരിക്ക് ആത്മീയ മനുഷ്യന്മാർക്ക് എല്ലാ ദിവസവും നമുക്ക് ആത്മീയ അനുഭവങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ അനുഭവങ്ങളുടെ ഒക്കെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ആത്മീയ അനുഭവങ്ങൾ, ഒന്നോ രണ്ടോ ആത്മീയ, ഏറ്റവും നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു 1-2 ആത്മീയ അനുഭവങ്ങൾ ഷെയർ ചെയ്താൽ നന്നായിരുന്നു. അങ്ങ് സൂചിപ്പിച്ചു ഒരുപാട് അനുഭവങ്ങളെന്നേ എനിക്ക് ഇതിനോടകം ഉണ്ടായി കാണുന്നത്. പക്ഷേ ഞാനൊരു പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, UP സ്കൂൾ വരെ. അതിന് വലിയ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ ഡിഗ്രി ഒന്നുമില്ല. ലൗകികമായ ഡിഗ്രികളോ പാണ്ഡിത്യമോ ഒന്നും എനിക്കില്ല. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു. എനിക്ക് ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടിയ, ഞാൻ എന്തൊരു കാര്യത്തിൽ വ്യാപൃതനാകുന്നോ അതിലായിരിക്കും 100%. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ 28 കൊല്ലം ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിലാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ, പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, പൂർണ്ണമായിട്ട് അതിലാണ് എൻ്റെ ശ്രദ്ധ. അതിലാർക്കും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്ന, പ്രകൃതി തന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. എന്തിലാണോ ഞാൻ വ്യാപൃതനാകുന്നത് അതിലായിരിക്കും പൂർണ്ണമായിട്ടുള്ള 100% അതിലായിരിക്കും. അതുകൊണ്ട് ആ 30 കൊല്ലവും എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ മാത്രം ഞാൻ വ്യാപൃതനായിരുന്നു എന്ന് പറയുകയാണ്. വലിയ കൂടുതലൊന്നും സമ്പാദിക്കാനോ നേടാനോ ഒന്നും ചിന്തിച്ചിട്ടില്ല. വേണ്ടി വന്ന ഒരുപാട് വലിയ പണക്കാരനാകായിരുന്നു എനിക്ക് ആ കാലഘട്ടത്തിൽ. ഒരു പൊതുവൽ പ്രദേശത്ത് തുടങ്ങിയത് ചെറിയ കാശിന് ഭൂമി മേടിച്ച് ഒരു വലിയ ഇതാകായിരുന്നു. ഒന്നും മേടിക്കാൻ പോയിട്ടില്ല. എൻ്റെ ചിന്തയെ അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യണം. ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കണം. കുട്ടികൾ വളരെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലായിട്ട് 28 കൊല്ലം ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോഴും ഒന്നും എനിക്ക് അതിനെക്കൂടി റിമാർക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ മതം എന്നെ ശിക്ഷിച്ചു. മതം ഞാൻ കത്തോലിക്ക മതത്തിൽ ജനിച്ച ആളാണ്. അതിൽ വളരെ സജീവമായിട്ട്, അതായത് ചെറുപ്പത്തിൽ തൊട്ട് കുർബാനയ്ക്ക് കൂടുകയും അങ്ങനെ അച്ഛന്മാരുടെ കൂടെ വളരുകയും, അച്ഛന്മാരാണ് എന്നെ വളർത്തിയതും. അതായത് ഞാനൊരു തേർഡ് ഫോമിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു വൈദികൻ ഒരിടത്ത് ധ്യാനിപ്പിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുർബാനയ്ക്ക് കൂടും, പാട്ട് പാടും. അപ്പൊ എന്നെ വൈദികനാകാൻ അദ്ദേഹം കൊണ്ടുപോകാൻ തീരുമാനിക്കുക. വയസ്സന്നേരം അധികമില്ല, UP സ്കൂളിൽ തേർഡ് ഫോമിൽ പഠിക്കുക. അപ്പൊ അദ്ദേഹത്തിന് എന്നെ ക്ഷണിച്ചു. മോൻ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ എവിടെയും പോകാൻ തയ്യാറായിരുന്നേ. അങ്ങനെ ഒരു മനസ്സിൽ എനിക്ക് കിട്ടിയായിരുന്നു. വരാന്ന് പറഞ്ഞു. അല്ലാതെ വേറെ അങ്ങനെ വൈദികനാകണമെന്നോ ആശ്രമം അങ്ങനെ ചിന്തയിലല്ല, ഞാൻ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ 4th ഫോം മുതൽ അവരുടെ ഒരു ആശ്രമം, ഒരു
MCBS എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ, അതിലൊരു അച്ഛനാണ് ധ്യാനഗുരുവായിരുന്നു. അദ്ദേഹം ധ്യാനിപ്പിക്കാനിടവേ വന്നപ്പോൾ ഇങ്ങനെ എന്നെ കുർബാനയ്ക്ക് കൂടെ വെച്ചെന്ന് കാണുന്നത്. അങ്ങനെ എന്നെ വിളിച്ചു. ആ ആശ്രമത്തിൽ താമസിപ്പിച്ചുകൊണ്ട് ഹൈസ്കൂൾ പഠനം നടത്തുക. അപ്പൊ തന്നെ ഞാനൊരു വൈദികരുടെ കൂടെ താമസിച്ചതല്ലേ. അങ്ങനെ ഒരുപാട് പേരുണ്ട്, പേര് വിളിക്കപ്പെടാത്ത ഒരുപാട് പുണ്യവാന്മാര്, യഥാർത്ഥ പുണ്യവാന്മാര്. അതാണ്, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ലോകം അറിയുന്നില്ല അവരെ. ഇത് എന്റെ നേരിട്ടുള്ള അനുഭവമാണ്. അദ്ദേഹത്തിന്റെ ആ ജീവിതവും ഇന്ന് എന്റെ ഉള്ളിലെ എന്റെ ഒരു ഗുരു അദ്ദേഹമാണ്. എന്റെ പ്രധാന ഗുരു യേശുവാണ്. അത് മതം പഠിപ്പിക്കുന്ന യേശു അല്ല, ക്രിസ്തു അല്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മതത്തിലൂടെ വളർന്നു, മതത്തിലൂടെ ജീവിച്ചു. പക്ഷേ ഞാനൊരു പ്രായം എത്തിയപ്പോഴ് എനിക്കൊരു തോന്നൽ വരികയാണ്, മനുഷ്യനെ എല്ലാം വേർതിരിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിയാണ് ഞാൻ, മതത്തിന്റെ അപ്പൊ അല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനികളിൽ തന്നെ ക്രിസ്തുവിന്റെ പേരിൽ ഒരുപാട് വിഭാഗങ്ങൾ. ഇവരെല്ലാം പറയുന്നു ഞങ്ങളിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ വിഭാഗം പറയുന്നു. ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുന്നത് മാമോദിസ മുങ്ങിയവര് മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. ഞാൻ കേൾക്കുന്നത്. അത് ഞാൻ ശരിയും വിചാരിച്ചു. അപ്പൊ ഈ ബിംബത്തെ ഒക്കെ ആരാധിക്കുകയും ഈ അമ്പലത്തിൽ പോവുകയും ചെയ്യുന്നതൊക്കെ എനിക്കൊരു പുച്ഛമാണ്. അവരെല്ലാം നരകത്തിൽ പോകുന്നവരല്ലേ ചിന്തയെ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു ചിന്ത വരികയാണ്, ഒരു ദൈവമല്ലേ ഉള്ളൂ. അപ്പോഴ് ആ ദൈവം എല്ലാവരുടേതും അല്ലേ? ജാതിയും മതവും ദൈവത്തിനുണ്ടോ? ഇങ്ങനെയൊക്കെ എനിക്ക് തന്നെ തോന്നുക. അപ്പോൾ എന്നെ സ്നേഹിച്ച അന്നത്തെ എന്റെ മാനേജരും വികാരിയുമായ ആളിനോട് 41ാമത്തെ വയസ്സിൽ, അപ്പോൾ ഞാൻ ഹെഡ്മാഷ, പറയുക, അച്ഛാ, ഞാൻ ഇച്ചിരി ഒരു സത്യാന്വേഷിയാകാൻ പോവുക. എനിക്ക് ചില സത്യങ്ങൾ, ഇതാണോ ശരി അതാണോ ശരി ഒന്ന് അറിയണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇനി മതപരമായ കാര്യങ്ങളിൽ ഇച്ചിരി പിന്നാക്ക പോകും എന്ന് 41ാമത്തെ വയസ്സിൽ പറഞ്ഞു. എന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോവുക. അത് കത്തോലിക്കരുടെ ഒരു കേന്ദ്ര സ്ഥാനമാണ് POC എറണാകുളത്ത്. അവിടെ ഒരു കോഴ്സ് നടത്തി 40 ദിവസത്തെ. അതിന് ഞാൻ കോർപ്പറേറ്റ് മാനേജറുടെ അനുവാദത്തോടുകൂടി 40 ദിവസത്തെ ഈ സത്യാന്വേഷണത്തോടെ ഉണ്ടാകുന്നുണ്ട് എന്നൊരു കാര്യമാണ്. അതിന് പൊക്കോട്ടം അനുവദിക്കുകയും ചെയ്തു. അതിന് ഞാൻ 40 ദിവസം സംബന്ധിച്ചു. അപ്പം വിവിധ വിഷയങ്ങളെ പഠിപ്പിക്കുന്നു, നമുക്ക് നോട്ട് എഴുതണം, ഒക്കെ എഴുതി കൊടുക്കണം. ഈ 40 ദിവസത്തിൽ എന്നെ സ്പർശിച്ച ഒരേ ഒരു കാര്യം, ഒരു വൈദികൻ, ഈ ഭാരതീയ ആത്മീയതയും പഠിച്ച ഒരു വൈദികൻ ക്ലാസ് എടുക്കാൻ വന്നു. അതൊരു കപ്പുച്ചിനായിരുന്നു എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇങ്ങനെ ഉപനിഷത്തും ഭഗവത്ഗീതയും അതിനകത്ത് ചില കണ്ടന്റും ചേർത്ത് നമ്മുടെ ക്രിസ്തീയ ആത്മീയത അവതരിപ്പിച്ചു. അതെനിക്ക് ഇഷ്ടമായി. അത് കേട്ടപ്പോഴേ അത് എന്നെ ടച്ച് ചെയ്തുള്ളൂ. വേറെ ബാക്കിയെല്ലാം പുണ്യവാന്മാരുടെ ചരിത്രവും പുണ്യവാന്മാരുടെ കാര്യം പുണ്യവതിയുടെ കാര്യവും ഒക്കെ ഇങ്ങനെ പോയുള്ളൂ. ഈ ഒരു കാര്യം എന്നെ ഒരു ഭാരതീയ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ഒരു ത്വരയുണ്ടായി. അങ്ങനെ ഞാൻ ഈ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ പതുക്കെ ചില സാധനാ മാർഗങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഈ രവിശങ്കർജിയെ കുറിച്ചൊക്കെ കേട്ടു, അദ്ദേഹത്തിന്റെ സുദർശന ക്രിയ, പിന്നെ അതുപോലെ ഈ റേക്കി, ഇങ്ങനെയുള്ളതിനൊക്കെ പതുക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അറിയണം ഈ സാധനം എന്താണ് അവരൊന്നും. അങ്ങനെ ആരംഭിച്ചു. ചില കോഴ്സുകൾ കൂടുന്നു, അതിന് കാശ് കൊടുത്താ കൂടുന്നേ. പക്ഷെ അതിന് മാസ്റ്റർ ആകാൻ പോവുകയല്ല. അപ്പൊ മാസ്റ്ററായി ഞാൻ അതിന്റെ അടിമയായി പോകും. പിന്നെ ഒന്നിനും പോകാൻ പറ്റില്ല. മാസ്റ്റർ ആകുന്നവരെ പഠിക്കും, പിന്നെ ഞാൻ വേറെ ചിലത് പഠിക്കും. അങ്ങനെ ഞാൻ പെൻഷനായി കഴിഞ്ഞ്, പെൻഷന്റെ അന്ന് ഞാൻ പോകുന്നത്, സാധാരണ ഹെഡ് മാഷും കൂടി ആയിരുന്ന ഒരാള് സെൻഡ് ഓഫ് ഒക്കെ ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടാക്കും. ഞാൻ അന്ന് വീട്ടിലോട്ടല്ല പോയത്. ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു, എനിക്ക് സെൻഡ് ഓഫ് ഒന്നും തരരുത്. കാരണം ഞാൻ ജോലി ചെയ്തു, അതിനുള്ള പ്രതിഫലം ഞാൻ പറ്റിയ ആളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒന്നും നിങ്ങളുടെ ഒരു നന്ദിയോ ആവശ്യമില്ല. ഇങ്ങനെ ഒരു മനസ്സായിരുന്നു അന്ന്. അതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് പകരം വീട്ടിലോട്ട് പോയി ഇവരെന്നെ കൊണ്ടാക്കും. പോയത് ഒരു ഗുരുവിന്റെ അടുത്തേക്കാണ് പെൻഷൻ പറ്റി അന്ന് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 55 വയസ്സിലാണ് അന്ന് പെൻഷൻ. ഇപ്പൊ 56 കിട്ടുന്നു കേരള ഗവൺമെന്റ്. അപ്പൊ ഞാനൊരു അധ്യാപകനാകണമെന്നോ ഹെഡ് മാഷാണോ ഒന്നും വിചാരിച്ചല്ല. പക്ഷെ എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാകുന്നു, ഈ പ്രകൃതിയിലെ ഓരോരുത്തർക്കും ഈ ഒരു ഇലയ്ക്ക് പോലും ഞാൻ പറയും ഒരു ധർമ്മമുണ്ട്, നിശ്ചയിക്കപ്പെട്ട ഒരു ധർമ്മമുണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവ്രിബഡി ഈസ് യുണീക്ക് എന്ന് പറയുമല്ലോ. എന്നെ പോലെ ഈ ലോകത്തിൽ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യൂണിക്കായിട്ടുള്ള ക്രിയേഷനാണ്. എനിക്ക് ഞാനാകാനേ പറ്റുള്ളൂ, എനിക്ക് അങ്ങാകാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ. അപ്പൊ എൻ്റെ ഡിഗ്രി ഉണ്ടോ,
പാണ്ഡിത്യം കൊണ്ടൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ചില ബോധ്യങ്ങൾ വരികയാണ്. എനിക്ക് ഞാനാകാനേ പറ്റുള്ളൂ, പക്ഷേ ഞാനിൽ ഒരുപാട് പോരായ്മകളുണ്ട്, അതിനും അപ്പുറമാണ് പലതും കിടക്കുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിക്കുകയും കൂടെ വേണം. എൻ്റെ ഒരു ധർമ്മമാണ് മരണം വരെയും ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കണം. ഇപ്പൊ അഷ്ടാംഗ യോഗയിൽ പറയുകയും പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരു ഭാഗം യമം നിയമം എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട്, 8 ഘട്ടത്തില്. ആ നിയമത്തിൽ ഒന്ന് പിന്നെ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം. അതാണ് ഇപ്പൊ ഇത്തിരി മറവിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്വാധ്യായം അതായത് സ്വന്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പൊ ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ 55 കഴിഞ്ഞാണ് ശരിക്കും ഞാൻ സ്വതന്ത്രനാകുന്നത്. അതുവരെ എനിക്കൊരു കടമയാണ്. ഞാൻ ഒരു ചതുരത്തിനകത്താണ്, മതത്തിന്റെ ചതുരവും പിന്നെ എന്റെ ഡ്യൂട്ടിയുടെ ചതുരവും. ഇത് ഞാൻ സ്വതന്ത്രനായി. അപ്പൊ എനിക്ക് ചില പെൻഷനും ഉണ്ടല്ലോ. റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ ഏകദേശം ഒരു റിട്ടയർഡ് ആയിട്ട് അതായത് ഞാന് ഉദ്യോഗത്തിൽ ഇരുന്നത് 30 കൊല്ലം. ഞാനിപ്പോ റിട്ടയർ ആയിട്ട് 34 വർഷം പൂർത്തിയായി ഈ കഴിഞ്ഞ മാർച്ചിൽ. 34 വർഷം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ വെറുതെ തിന്നു കുടിച്ചിരുന്നാ പോരാ, ഞാൻ അതിന് എന്തെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുത്തോണ്ട് ഒക്കെ ഇങ്ങനെ. അതാ എന്റെ പ്രധാന സഞ്ചാരി എപ്പോഴേ ചോദിച്ചതിന്റെ അനുഭവങ്ങളിലൂടെ എന്ത്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇത് ഒന്ന് നമ്മള് എല്ലാവരും ഒന്നിൽ നിന്ന്, എല്ലാം ഒന്ന്, എല്ലാം ഒന്നിൽ, എല്ലാം ഒന്നിലേക്ക്. ഇതാണ് ഒരു ബോധ്യം. പിന്നെ 80ാമത്തെ വയസ്സിലെത്തിയപ്പോൾ തീരുമാനിച്ചു, അതായത് ഒരു പറച്ചിലുണ്ടായിരുന്നു, ഏറിയാൽ 80 എന്ന്. അല്ലേ? അപ്പൊ അത് വെച്ചോണ്ട് ഇനി എനിക്കധികം കാലമില്ലല്ലോ. 75ാമത്തെ വയസ്സിൽ ഞാന് ഒരു സന്യാസം പോലെ ഇനി നീങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഹിമാലയം വരെ യാത്രയൊക്കെ പോയി ഒരുപാട് സ്വാമിമാരെ അറിയാം. അപ്പൊ ഒരിടത്ത് ഒരിക്കലും ആശ്രമത്തിൽ വയനാട് ഒരു പുണ്യവാനായ ഒരു വൈദികന്റെ ഒരു സന്യാസ സഭ നടത്തുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നു, പഠിക്കാൻ പോയി. അവിടെ വെച്ച് ഞാൻ ഒരു ദിവസം ഒരു കുർബാനയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, കുർബാന കഴിയുമ്പോൾ ഞാൻ ഒരു വെള്ള തോർത്ത് പോലെ ഷോള് മേടിച്ചു തലേ ദിവസം. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുർബാന കഴിയുമ്പോൾ ഇതെന്നെ ഒന്ന് അണിയിച്ച. ഒരു പിടിയും കിട്ടിയില്ല എന്തിനാണ്, അതെന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊരു അടയാളമാണ്. ഞാനിപ്പോ അത് 75ാം വയസ്സിൽ 76ലേക്ക് കയറിപ്പോഴാണ്. കാരണം ഇനി 80 അല്ലേ ഉള്ളൂ, എനിക്ക് 80 ഉള്ളൂ അധികം. പിന്നെ ഞാനൊരു സാധാരണ പറയല്ലേ ദീക്ഷ എടുക്കാൻ. അപ്പൊ അതുപോലെ ഞാൻ ഇദ്ദേഹത്തിന് അറിയത്തില്ല, പക്ഷെ ഞാൻ മേടിക്കുന്ന ഒരു ദീക്ഷ മേടിക്കുക സ്വയം. അപ്പൊ വേറെ ആള് ക്ഷണിച്ചാല് അദ്ദേഹത്തിന് ശിക്ഷപ്പെടണം, പിന്നെ അദ്ദേഹത്തിന്റെ അടിമയാ. ഞാനൊരു സ്വതന്ത്രനാണ് മരണം വരെ. അതാ ഈ അടയാളം. അതാ അദ്ദേഹത്തോട് പറയാ എന്നെ ഇതൊന്നും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഇന്റൻഷനും നിയോഗമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 82 വയസ്സാണ് നേരം. 82 വയസ്സ്. ഈ കുരിശുമല ആശ്രമത്തോട് ബന്ധപ്പെട്ട അച്ഛനാ. അവർക്ക് വയനാട്ടില് അന്നേരം ഒരു ആശ്രമമുണ്ട്, അവിടെ ഞാൻ പോകുന്നത്. കുരിശുമല സ്ഥാപകരിൽ ബന്ധപ്പെട്ട 3 പേരുണ്ട്. അതിൽ മൂന്നാമത്തെ ഒരാള് അദ്ദേഹം അവിടെയായിരുന്നു. അതെ, ശരി. ആദ്യം ഫ്രാൻസിസ് ആചാരി ആയിരുന്നു അവിടെ. അതെ. പിന്നെ ബ്രീഡ് ഗിഫ്റ്റ് അദ്ദേഹത്തിൽ ഞാൻ ആദ്യം ദീക്ഷ മേടിക്കുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞു ഇതൊരു ദീക്ഷ. അങ്ങിൽ നിന്ന് ഒരു ദീക്ഷ മേടിക്കുക. എന്തിന്? വേറൊരു ജീവിതഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. എന്താണ്? ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം കഴിഞ്ഞ് അത് സ്വീകരിച്ചു. അന്ന് മുതലാണ് ഈ ഷോള്. ആർക്കും അറിയത്തില്ല. അപ്പൊ അതൊരു 75ാമത്തെ വയസ്സിലല്ലേ? അതിപ്പോ ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ എന്റെ യൂണിഫോം ഇതാ, ചെറിയ എന്തെങ്കിലും ഷോൾ ഇടും. ആർക്കും അറിയത്തില്ല, വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല എന്നതാണ്. അല്ലെങ്കിലും വെള്ള വസ്ത്രം തന്നെ. വെള്ള വസ്ത്രം അതൊക്കെ 80ന് ശേഷമാണ് കംപ്ലീറ്റ് വെഡ്ഡയാക്കും.